ഇന്ന് ഇന്ന് നമുക്കൊരു വഴുതിനിങ്ങ കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 വഴുതിനിങ്ങയുണ്ട്, ഒരു സാധാരണ വലുപ്പത്തിലുള്ളത്. ഇതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട്, വല്ലാണ്ട് നൈസായിട്ട് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അതിൽ ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നുറുക്കി കഴിയട്ടെ. നമുക്ക് ഈ കറി എന്ന് പറഞ്ഞാൽ എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ണാൻ പറ്റുന്ന ഒരു കറി, അത്ര ടേസ്റ്റിയാണ് ഈ കറി. അതൊരു വട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വഴുതിനിങ്ങ നമ്മൾ സാധാരണ കറി വയ്ക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് പിടിക്കുന്ന ഒരു ഇതല്ല. അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വഴുതിനിങ്ങ കറി ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാം നുറുക്കി കഴിഞ്ഞിട്ട് നമുക്കത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കാം. എല്ലായിടത്തും മുളകും ഉപ്പും ഒക്കെ മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി പൊട്ടാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ടത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വറുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നൊരു ഇത്തിരി കൂടി വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഇട്ട് വേഗം വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ചട്ടിയായ കാരണം കുറച്ച് പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. പെട്ടെന്നാവും കേട്ടോ. പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കതുകൊണ്ട് വറുത്തെടുക്കാം കേട്ടോ. അല്ലാണ്ട് മൊരിഞ്ഞൊരു ഇതാവൊന്നും വേണ്ട, എന്താ മതിയുള്ളൊക്കെ. അപ്പോൾ ഞാൻ 1-2 തവണ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ. എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എടുത്ത് മാറ്റി വെച്ച് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു 5-6 തവണ എനിക്ക് ചില്ലി വരും. അപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല. പെട്ടെന്നായി കിട്ടും. വേഗം മറിച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കണത് ഒരു തൈരാണ്. അപ്പോൾ ഒരു 1 ലിറ്റർ തൈര് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര വേണമെന്നുള്ളതിന് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ തൈര്. ഇതിപ്പോൾ 1 ലിറ്റർ തൈരിലിട്ടാലും കുഴപ്പമില്ല. അത്രയധികം വെണ്ടക്കായി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ ഇട്ട് കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണത്. ഇതൊരു കൂട്ടി എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണമൊക്കെ വേണ്ടു ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിലിട്ട വഴുതിനിങ്ങ കഴിക്കാനായിട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു 2 എണ്ണം കൂടി കൂടുതൽ എടുത്തിട്ടു. നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഈ കറി, അത്ര നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ തൈര് എടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് ഇപ്പോൾ ഞാൻ വറുത്ത് വെച്ചിട്ടല്ല അത്. ഇനിയിപ്പോൾ തൈരിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഒരു 5-10 ഉള്ളി, ചുവന്നുള്ളി. അത്ര വലിപ്പമുള്ളതല്ല കേട്ടോ. ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ 5-6 ഇട്ടാൽ മതി. അപ്പോൾ ഇതധികം വലിപ്പമുള്ളതല്ല, അതുകൊണ്ട് ഞാൻ ഒരു 10 ഉള്ളി ചെറുതെടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് മൊരിയട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ
തൈരിൽ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ തൈരിൽ ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അതിലേക്ക് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തു. കണ്ടോ, ഇത്രയുള്ള നമ്മുടെ കറി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. ഇനി അതൊന്ന് ഉള്ളി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഈ തൈരിൽ ഈ വഴുതിനിങ്ങ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴേ ആ വഴുതിനിങ്ങ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഊണ് കഴിക്കാൻ ഇനി വേറൊരു കറിയുടെ ആവശ്യമില്ല. അത്ര ടേസ്റ്റാണ് ഈ കറി. ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറി. ഇതാ നല്ല കൊഴുപ്പുള്ള നല്ല ടേസ്റ്റ്, ഉപ്പൊക്കെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.